മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. കേൾക്ക്, എല്ലാവരും ചെവി തുറന്ന് കേൾക്ക് ഈ ഹദീസ്. നമ്മളൊരു നന്മ ചെയ്താൽ ഫലഹു അജ്റുഹാ, അതിന്റെ പുണ്യം നമുക്കുണ്ട്. വഅജ്റു മൻ അമില ബിഹാ മിൻ ബഅദി. ഇവിടെ വാദ വെച്ച സംഘാടകർ അവർക്കുണ്ട് പ്രതിഫലം. ഇവിടെ വാദ വെച്ച സംഘാടകർ ഇതുകൊണ്ട്, ഈ ഒരു വാദ കൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ ഈ വാദ വെച്ച സംഘാടകർക്കുണ്ട് ഇതിന്റെ പ്രതിഫലം. ഇതിന് സഹകരിച്ച വോളണ്ടിയർമാർക്കുണ്ട്. സ്ത്രീ വോളണ്ടിയേഴ്സ് ഉണ്ട്, പുരുഷന്മാരും ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അള്ളാഹു ഇവർക്കൊക്കെ അർശിന്റെ തണൽ നൽകട്ടെ. അള്ളാഹു ഇവർക്കൊക്കെ സ്വർഗീയ സുഖങ്ങൾ നൽകട്ടെ. തെറ്റിൽ നിന്ന് മാറാനും ഈമാനോട് ജീവിക്കാനും അവർക്കും ഞങ്ങൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈ. അവരുടെ നന്മയിൽ നിന്ന് ഒന്നുപോലും കുറക്കാതെ ആരൊക്കെയാണോ ഈ നന്മകൾ ഏറ്റെടുക്കുന്നത്, ആ നന്മകൾ എത്രയും ആരാണോ ഇത് തുടക്കം കുറിച്ചത് അവരുടെ ഏടുകളിലേക്ക് അള്ളാഹു എഴുതി വെക്കുമെന്ന് മുത്തു റസൂലുള്ളാഹ്. ഇതിന്റെ നന്മയുടെ വശമാണെങ്കിൽ ഇനി ഒരു ദുഷ്യഫലവും ഇതിന് വരാനുണ്ട്. ഒരു ഡീമറിച്ചുണ്ട്, ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്, ഒരു പരിണിത ഫലം അനുഭവിക്കാനുമുണ്ട്. ആ ഹദീസ് മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅ. ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ചീത്ത ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചാൽ, ഇസ്ലാമിൽ ഒരാൾ ചീത്ത പ്രവർത്തനത്തിനോ ദുഷ്ചെയ്തികൾക്കോ തുടക്കം കുറിച്ചാൽ, ഇല്ലാത്ത ഫാബ്രിക്കേറ്റഡ് ന്യൂസുകളോ ഫേക്ക് ന്യൂസുകളോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അപ്ലോഡ് ചെയ്താൽ, സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്താൽ, നമ്മുടെ ഡിവൈസുകൾ ഉപയോഗിച്ച് തിന്മയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗിച്ചാൽ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅ. ചീത്ത പ്രവർത്തനത്തിന് ആരെങ്കിലും തുടക്കം കുറിച്ചാൽ അലൈഹി വിസുർഹാ. ആ ചെയ്ത തെറ്റിന്റെ ഹറാം അല്ലാഹു അവന്റെ ഏടിൽ എഴുതി വെക്കും. ആയോ? ഇല്ല. വവിസുറു മൻ അമില ബിഹാ മിൻ ബഅദി. അവന്റെ ശേഷം ആരൊക്കെയാണോ ഈ തെറ്റുകൾ ഏറ്റെടുക്കുന്നത്, ആരൊക്കെയാണോ ഈ തിന്മകൾ ഷെയർ ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്, കമന്റ് അടിക്കുന്നത്, ഇതിന്റെയൊക്കെ ഹറാമിന്റെ കഥകൾ, ഹറാമിന്റെ കൂമ്പാരങ്ങൾ വരുന്നത് നിന്റെ ഏടിലേക്കാ. ഫേസ്ബുക്കിൽ വേണ്ടാത്ത ഒരു ഫോട്ടോ നീ അപ്ലോഡ് ചെയ്തോ, ലൈക്ക് അടിക്കാൻ ചില ആളുകൾ, ആ ലൈക്കൊക്കെ നിന്റെ നരകത്തിലേക്കുള്ള സ്റ്റെപ്പാണ്. പൊന്നു സഹോദര, എനിക്ക് അത്ഭുതപ്പെട്ടു പോയ ഒരു വിഷയം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, എന്റെയൊക്കെ ഉസ്താദാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞപ്പോ എന്റെ ഫേസ്ബുക്കിൽ ഞാനത് അപ്ലോഡ് ചെയ്തു. ഷേഖുന വിട പറഞ്ഞു എന്ന്. അതിന് പോലും ലൈക്ക് അടിക്കുന്ന ആളുകൾ, എന്തിനാണ് ലൈക്ക് അടിക്കേണ്ടത് എന്ന് തിരിച്ചറിയണ്ടേ? നമ്മൾക്കൊരു വിഷമമുള്ള കാര്യമില്ലേ അത്? ഷേഖുന ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് ലൈക്ക് അടിക്കുക പോയിട്ട്. ഷേഖുന മരിക്കുന്നത് നമ്മൾക്ക് ഇഷ്ടമാണോ? ഈ ലൈക്കിന്റെ അർത്ഥം എന്താ? ഇഷ്ടമാണെന്നല്ലേ? എന്തിനാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് വരെ അറിയാതെ തോന്നിവാസം ചെയ്യല്ല. ലൈക്ക് അടിക്കേണ്ടതിനല്ലേ ലൈക്ക് കൊടുക്കേണ്ടത്, ഡിസ്ലൈക്ക് അടിക്കേണ്ടതിനല്ലേ ഡിസ്ലൈക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ ബോധത്തോട് ചെയ്യും. കണ്ടതിനും കേട്ടതിനൊക്കെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിൽക്കണ്ട. നന്മയാണോ സത്യമാണോ അതിനെ നീ ഷെയർ ചെയ്യും. സത്യത്തിന് നീ കൂടെ നിൽക്ക്. തആവനു അലൽ ബിർരി വത്തഖ്വാ. ഗുണവും നന്മയും തഖ്വയും ഉണ്ടോ എങ്കിൽ ആ കാര്യത്തെ നീ ഷെയർ ചെയ്യ്, അതിനെ നീ സഹായിക്ക്, അതിനെ നീ പ്രചരിപ്പിക്ക്. തആവനു അലൽ ബിർരി വത്തഖ്വാ. നന്മയുടെയും തഖ്വയുടെയും കാര്യത്തിലാണ് നിങ്ങൾ പരസ്പരം സഹകരിക്കേണ്ടത്, പരസ്പരം സഹായിക്കേണ്ടത്, പരസ്പരം സഹായിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യേണ്ടത്. നന്മയാണോ എങ്കിൽ അതിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകളും അതിലെന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും ഒരു പോസ്റ്റുകളോ കാണുമ്പോൾ സത്യമാണോ നുണയാണോ എന്നറിയാതെ അത് ഷെയർ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്, ഇസ്ലാമിന് വിരുദ്ധമാണത്. അത് സത്യമാണോ നല്ല വാഴകളാണോ നീ ഷെയർ ചെയ്യ്. തആവനു അലൽ ബിർരി വത്തഖ്വാ. നന്മയുടെയും തഖ്വയുടെയും ആളുകളായി സഹായികളായി പ്രചരിപ്പിക്കുന്ന പ്രചാരകരായി
നിങ്ങൾ മാറുവീൻ. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നാട്ടിൽ ശത്രുതയുണ്ടാക്കാനോ, നാട്ടിൽ ഫിത്നയുണ്ടാക്കാനോ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ നീ സഹായിക്കല്ല. ഇല്ലാത്ത ഫേക്ക് ന്യൂസുകൾ നീ ഷെയർ ചെയ്യല്ല, അത് നീ പ്രചരിപ്പിക്കല്ല, അതിന് നീ ലൈക്ക് കൊടുക്കല്ല, അതിന്റെ വ്യൂവേഴ്സായി നീ മാറല്ല, അതിന് നീ കമന്റ് അടിക്കല്ല. വലാ തആവനു, നീ സഹായിക്കല്ല പൊന്നു സഹോദര, പൊന്നു സഹോദരി, അലൽ ഇസ്മി വൽ ഉദ്വാൻ. തിന്മയ്ക്ക് സഹായിക്കാൻ നിൽക്കല്ല, തിന്മയ്ക്ക് നീ കൂട്ടുനിൽക്കല്ല. വൽ ഉദ്വാൻ, ശത്രുതയ്ക്കും നീ കൂട്ടുനിൽക്കല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഈ കാര്യങ്ങളെ കുറിച്ചാണോ എന്ന് ഓർത്തുപോവുകയാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. തിന്മ ചെയ്യുന്ന ആളുകൾ തിന്മയുടെ പ്രചാരകരായി മാറിപ്പോയാൽ അപകടമാണ്, അപകടമാണ്, അപകടമാ. അത് ഖബറിലേക്കാ വരുന്നത്. ഞാൻ സാന്ദർഭികമായി നമ്മുടെ പെണ്ണുങ്ങളോട്, നമ്മുടെ സഹോദരികളോട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പ്രൊഫൈൽ പിക്ചർ വെക്കുന്നത് അപകടമാ, വല്ലാത്ത അപകടമാ, വല്ലാത്ത അപകടമാ. ഇനി കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളാണെങ്കിൽ ഭർത്താവിന്റെ പ്രൊഫൈൽ പിക്ചർ വെക്കുന്നതും അപകടമാ. നിനക്കാണതിന്റെ കുറ്റങ്ങൾ സഹിക്കുകയും നീയാണത് താങ്ങുകയും നീയാണത് നാളെ ആഖിറത്തിൽ അനുഭവിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ചില പെൺകുട്ടികൾക്ക്. പ്രൊഫൈൽ പിക്ചർ സ്വന്തം വെക്കുക, അത് വളരെ ഡേഞ്ചറസ്. സ്വന്തം പ്രൊഫൈൽ പിക്ചർ വെക്കുക, അത് വലിയൊരു അപകടമാണ്. എന്നാൽ ഭർത്താവിന്റെ വെക്കുന്നതോ അതിനേക്കാളും വലിയ അപകടം. എന്താണ് അതിന്റെ പിന്നിൽ? ഒരു പെണ്ണിന്റെ മൊബൈൽ ഫോണിൽ ഉണ്ടാവുക അവളുടെ ചങ്ങാതിമാരുടെ നമ്പർ ആയിരിക്കും, അല്ലെ? ഒരു പെണ്ണ് അവരുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ 100 കണക്കിന് 1000 കണക്കിന് അവളുടെ ചങ്ങാതിമാരുടെ ഫോട്ടോ, ചങ്ങാതിമാരുടെ നമ്പർ ഉണ്ടാകും. അതേപോലെ ഇവരുടെ നമ്പർ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? ഇവരുടെ ഫ്രണ്ട്സിന്റെ കയ്യില. ഇവരുടെ ഫ്രണ്ട്സിന്റെ കയ്യില ഇവരുടെ നമ്പർ ഉണ്ടാവുക. എന്നിട്ടോ ഇവരുടെ ചങ്ങാതിമാർ വാട്സപ്പിൽ ഒന്ന് പോയി കോണ്ടാക്ടിങ്ങിനെ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നതൊക്കെ അന്യപുരുഷന്മാരുടെ ഫോട്ടോയാണ്. ഇവളുടെ ഭർത്താവ് മറ്റൊരു പെണ്ണിന് അന്യപുരുഷനല്ലേ? അത് ഹറാമല്ലേ? നമ്മുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രൊഫൈൽ പിക്ചർ വെക്കുക, പക്ഷേ നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ കാണുന്നത് 100 കണക്കിന് അന്യ സ്ത്രീകളാണ്, കാണാൻ പാടില്ലാത്തവരാണ്. ഈ ഹറാമല്ലേ? ഈ കാണുന്നത് ഹറാമല്ലേ? ഈ ഒരു ഹറാം എവിടെയാ എഴുതി വെക്കുക? ഈ ഹറാം കാണാൻ കാരണക്കാരൻ ആരാ? നീയല്ലേ? അപ്പോ ഈ 100 കണക്കിന് പെൺകുട്ടികൾ നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ കാണുമ്പോ അത് ഹറാമാകുമ്പോ ആ 100 ഹറാം നിന്റെ ഇവിടെ എഴുതി വെച്ചു. പൊന്നു സഹോദരി, മറക്കണ്ട ഈ വിഷയം. ഇത് തമാശയല്ല, ഇത് കാര്യമാണ്, ഇത് തമാശയല്ല. എന്തെങ്കിലും ഫ്ലവേഴ്സ് വെച്ചോ, എന്തെങ്കിലും മരത്തിന്റെ ഫോട്ടോ വെച്ചോ. നിന്റെ ഫോട്ടോ നാട്ടുകാർക്ക് നീ കാണിക്കുന്നത് എന്തിനാ? നിന്റെ ഫോട്ടോ ഭർത്താവിനല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്? നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ നീ മറ്റുള്ള പെണ്ണുങ്ങൾക്ക് എന്തിനാ കാണിച്ചു കൊടുക്കേണ്ടത്? നിനക്കല്ലേ നിന്റെ ഭർത്താവ്. അതുകൊണ്ടൊന്നും കാര്യമില്ല, അതിന് ഖൈറില്ല. പിന്നെന്തിനും നമ്മളത് ചെയ്യണം? നിനക്ക് വേണമെങ്കിൽ നീ എഡിറ്റ് ചെയ്ത് നീ എന്തു വേണമെങ്കിലും ചെയ്ത് നിന്റെ ഫോണിൽ വെച്ചോ. അല്ലാതെ നിന്റെ ഫോണിൽ വെക്കുന്നത് തന്നെ അപകടമാണ്, അതിൽ വേറെ വിഷയം. അത് പിന്നെ നീ അത് വിൽക്കുമ്പോഴോ അത് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോഴൊക്കെ അത് അപകടം പിടിച്ച വിഷയമാണ്. ഗൾഫിൽ UAE-യിലാണെന്ന് എനിക്ക് തോന്നുന്നു ഉപയോഗിച്ച ഫോൺ വിൽക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നിട്ടുണ്ട്. എന്തെന്നറിയോ? ഉപയോഗിച്ച ഫോൺ വിൽക്കുകയോ റിപ്പയർ ചെയ്യാൻ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുക്കുകയോ ചെയ്താൽ അവരാദ്യം ചെയ്യുക ഇതിൽ ഉപയോഗിച്ച എല്ലാ പഴയകാല ഫയലുകളും റീകവർ ചെയ്ത് അവർക്ക് വേണ്ടത് വല്ലതും ഉണ്ടോ എന്ന് അവർ നോക്കുക. ഇതിലൊരു പക്ഷേ നിന്റെ ഭർത്താവിന് അയച്ചു കൊടുത്ത ഫോട്ടോ ഉണ്ടാകും, നീ കണ്ട വീഡിയോകൾ ഉണ്ടാകും. അതൊക്കെ അപകടമല്ലേ? അത് ഡേഞ്ചർ അല്ലേ? പിന്നൊരു കാര്യം കൂടി അതിലുണ്ട്. നമ്മൾ ഏതായാലും നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വെക്ക്. ചെറുപ്പക്കാരുടെ ഈ വിഷയം ഞാൻ പറയുന്നത്, ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും നമ്മൾ പ്രൊഫൈൽ പിക്ചർ വെക്കുക നമ്മുടെ ഏറ്റവും ഭംഗിയുള്ള ഫോട്ടോ ആണ്, അല്ലെ? ഏറ്റവും ഭംഗിയുള്ള എഡിറ്റ് ചെയ്ത ഫോട്ടോഷോപ്പിലോ അതേപോലെ ക്യാമറയുടെ പേര് UCAM-ലൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോകളാണ് നമ്മുടെ വാട്സപ്പിലും പ്രൊഫൈൽ പിക്ചറൊക്കെ നമ്മൾ വെക്കുക. അത് കാണുമ്പോ നീ ഒരു പക്ഷെ നല്ല സൗന്ദര്യമുള്ള ആളാണെങ്കിൽ എന്തൊരു ഗ്ലാമർ എന്ന് പറഞ്ഞു പോയാൽ നിനക്ക് കണ്ണേറ് തട്ടാൻ സാധ്യതയുണ്ട്, അല്ലേ? ഈ വിൽ ഐ എന്നാ പറയാ. കണ്ണേറ് അതാരും എതിർക്കുന്ന കാര്യമല്ലല്ലോ. കണ്ണേറ് തട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അത് കണ്ടുപിടിക്കാൻ, അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. അല്ല, ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്, കണ്ണേറ് തട്ടും, അത് സത്യമാണ്. ചെറിയ കുട്ടികളൊക്കെ ഫോട്ടോ വെക്കാറുണ്ട്, നല്ല സുന്ദരി കുട്ടികളാണ്. കാണുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഓമനത്വം തോന്നുന്ന ചെറിയ കുട്ടികളുടെയൊക്കെ പ്രൊഫൈൽ പിക്ചർ വെക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് ഞാൻ ഉണർത്തുകയാണ്. ഇത് നിന്റെ ചങ്ങാതിമാരൊക്കെ കാണുമ്പോൾ
ഇതൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു പക്ഷെ ആ കണ്ണീർ നിന്റെ മക്കൾക്ക് തട്ടും. അതുകൊണ്ട് ആരും ഇത് കാണുമ്പോ മാഷാ അല്ലാഹ് ആരും പറയില്ലല്ലോ. എല്ലാരും പറയാം എന്താ പഠിച്ചോ, എന്തൊരു സ്റ്റൈലാ, എന്തൊരു ലുക്കാന്നാ പറയാ. അങ്ങനെ പറയുമ്പോ ചില ആളുകളുടെ കണ്ണ് പൊട്ടുന്ന തട്ടും. ആ തട്ടിയാൽ അത് അപകടം പിടിക്കും, അത് രോഗത്തിന് കാരണമാകും. അതുകൊണ്ട് ഈ ഒരു വിഷയം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് ഇങ്ങനെ ഒരു ഭാഗം കൂടി ഈ ഒരു പ്രൊഫൈൽ പിക്ചർ വെക്കുന്നതിലൊക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കാര്യത്തിലൊക്കെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ബോധവാന്മാരാവുക. നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പല ആളുകളും വെറുതെ സൗന്ദര്യം ഒരുപക്ഷെ ഒരു ലുക്കും ഉണ്ടാവില്ല, എഡിറ്റ് ചെയ്ത് കറുത്താള് പൊളിപ്പിച്ച് നില കൊക്കുരെ പോലെ കിടക്കുന്നുണ്ടാകും. അതൊക്കെ പാടില്ലാത്തൊരു വിഷയമാണ്. ഏതായാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു കാര്യമാവാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.